എന്താ ചോദിച്ചത്? നിങ്ങളുടെ ഈ വർഗീയ രാഘവൻ, വിജയരാഘവന് ഈ മാപ്ര എന്നാണ് പത്രപ്രവർത്തകർ പറയുന്നത്. അതൊരു ആക്ഷേപമല്ല. CPM-ന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുക. അതിനെന്താ കുഴപ്പം? മാപ്ര എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകൻ എന്നല്ലേ? അതിന് ഉത്തരാണ്. അതൊരു കളിയാക്കലല്ലേ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോ പറയാം. അതിനെന്താ അങ്ങനെ പറയുന്നത്? എന്നാ പിന്നെ ഇനി ഗോവിന്ദനെ ഗോന്ദ എന്ന് വിളിച്ചാലോ? അപ്പൊ കേൾക്കുന്നത് ഗോന്ദ എന്ന് വിചാരിക്കും. വിചാരിച്ചോട്ടെ, എന്നാലും ഗോന്ദ, ഗോവിന്ദൻ എന്നതിന് ഇനി ഗോന്ദ എന്ന് വിളിച്ചാലോ? കുഴപ്പമുണ്ടോ? ഗോവിന്ദൻ കുഴപ്പമുണ്ടോ? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി നിലപാടെന്താണ്? ഇവിടുത്തെ പത്രപ്രവർത്തകർ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തത്തെ മാപ്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കളിയാക്കുക അല്ലേ? നിങ്ങളെ കളിയാക്കുക. CPM-കാരാണ് നിങ്ങൾ കാത്തിരുന്നു. നാളെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിന്റെ വിധി വരാൻ പോവാണ്. നിങ്ങൾ കാത്തിരുന്നോ? എന്തി ഞങ്ങൾ തരും. നിങ്ങൾ പറഞ്ഞില്ലേ കൊയിലാണ്ടിന്ന് മഞ്ഞാന്ന് പ്രസംഗിക്കാത്ത ഇക്കോടിന്ന് MSF സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. അവരെ ചൂണ്ടിട്ട് പറയാം, MSF-കാരാ ലീഗാരെ ഓർത്തോ, ഷുക്കൂറിനെ എന്നാൽ നിങ്ങളുടെയൊക്കെ കള്ളത്തരങ്ങളെ ജീവിച്ചിരിപ്പിച്ച് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പോ. കൃപേഷും ശരത്ലാൽ എന്ന് പറയുന്ന പാവം രണ്ട് മക്കളെ, സാധുക്കളെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോയത്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്ന ഏത് മുതലാളിയാണ് അവർ കൊന്നത്? ഏത് കുബേരനെയാണ്? ഏത് ധനാഢ്യനെയാണ്? ധനാഢ്യനെ മുതലാളിനെ കാണുമ്പോ അടുക്കള പുറത്തോടെയും കൂടി കയറിയിട്ട് അവന്റെ പൈസ നക്കി ജീവിക്കുന്ന നിങ്ങൾ കൊന്നു തള്ളിയവരുടെ ലിസ്റ്റ് ഒന്ന് എടുക്കണോ? ലിസ്റ്റ് എടുക്ക്. ഷുക്കൂറിന്റെ ലിസ്റ്റ് എടുക്ക്, കൃപേഷിന്റെ ലിസ്റ്റ് എടുക്ക്, ശരത്ലാലിന്റെ, എല്ലാവരുടെയും. കൊന്നോരും പാവം, കൊല്ലാൻ വിട്ടോരും പാവം അല്ലേ? ഒരു മുതലാളിന്റെ മോനില്ലല്ലോ, EP ജയരാജന്റെ പുലിപോലത്തെ മക്കളില്ലല്ലോ, നിങ്ങളുടെ ശ്രീമതിന്റെ മക്കളില്ലല്ലോ, MV ജയരാജന്റെ മക്കളില്ലല്ലോ, പിണറായി വിജയന്റെ മക്കളില്ലല്ലോ. അതൊക്കെ കട്ട് മുടിച്ച് ജീവിക്കല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ടവൻ പോണം കൊല്ലാൻ, അവൻ പോണം കോടതി കിടക്കാൻ, പാവപ്പെട്ടവൻ മരിച്ചു കിടക്കാൻ. ഈ പാർട്ടിയെ തിരിച്ചറിയേണ്ട സമയമാണിത്. അങ്ങനെ തിരിച്ചറിയാൻ കിട്ടുന്ന ജനാധിപത്യ ബോധത്തെ ഉത്തേജിപ്പിക്കുവാനാണ്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ പുറകിലുണ്ട്. MSF-ന്റെ സംസ്ഥാന സെക്രട്ടറി നജാഫ് ഇരിക്കുന്നുണ്ട്.